ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആഗമനകാലത്തിലെ 3-ാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യൗസേപ്പ് പിതാവിന് സ്വപ്നത്തിൽ മാലാഖ ഈശോയുടെ ജനനത്തെക്കുറിച്ച് നൽകുന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അറിയിപ്പ്, അതാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷമായിട്ട് വായിക്കുന്നത്. നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത, ദൈവത്തിന് രണ്ട് വ്യക്തികളുടെ പ്രത്യേക സഹകരണം ആവശ്യമായിട്ട് വന്നു ഈശോയുടെ ജനനത്തിന്. ഒന്നാമത് മറിയമാണ്, രണ്ടാമത് യോസേപ്പ് പിതാവാണ്. ഈ രണ്ടാളുകളെയും ദൈവം നേരിട്ട് മാലാഖമാരെ അയച്ച് കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിക്കുക. അതിങ്ങനെ വിധിക്ക് വിടുകയോ അല്ലെങ്കിൽ അവര് മറ്റേതെങ്കിലും വഴി കൂടെ അറിയുക എന്നുള്ളതല്ല. ഡയറക്റ്റ് ഇന്റർവെൻഷനാണ്. ദൈവം ഇങ്ങനെ മാലാഖ അയച്ച് മംഗളവാർത്ത അറിയിച്ച് മറിയത്തെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നു. മറിയം അത് സ്വീകരിക്കുന്നു, ഈശോയെ സ്വീകരിക്കുന്നു. യോസേപ്പ് പിതാവിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, യോസേപ്പ് പിതാവ് മറിയത്തെ സ്വീകരിക്കുന്നു. അപ്പൊ ഇത് കൃത്യമായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. ഈ അടുത്ത കാലത്ത് ലിയോ പാപ്പ പുറത്തിറക്കിയ മാത്തർ പോപ്പുലി ഫിദേലിസ് എന്ന് പറയപ്പെടുന്ന പരിശുദ്ധ അമ്മയെ സംബന്ധിക്കുന്ന ഡിഗ്രിക്കകത്ത് പരിശുദ്ധ അമ്മ സഹരക്ഷക എന്ന് വിളിക്കപ്പെടാൻ പാടില്ല, കോ റിഡംപ്റ്ററസ് എന്ന് വിളിക്കപ്പെടാൻ പാടില്ല എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. എന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, പക്ഷേ പരിശുദ്ധ കന്യാമറിയം ദ കോ ഓപ്പറേറ്റർ ഫോർ ദ റിഡംഷൻ ഓഫ് ദ മാൻകൈൻഡ്, ഈ മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഏറ്റവും ഭംഗിയായി കോ ഓപ്പറേറ്റ് ചെയ്ത ആള്, സഹകരിച്ച ആള് മറിയമാണ് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ ആ ഡിഗ്രിയിൽ വായിക്കും. അത് വായിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്: ഒന്നാമത്തെ ആള് മറിയമാണ്, രണ്ടാമത്തെ ആള് യോസേപ്പ് പിതാവാണ്. ഈ കോ ഓപ്പറേറ്റർ എന്ന് പറയുന്ന സെക്കൻഡ് കോ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് യോസേപ്പ് പിതാവ് തന്നെ. അതാണ് നമുക്ക് ഈ സംഭവത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കുക. ദൈവം കൃത്യമായിട്ട് ഈ രണ്ടാളുകളുടെ അനുമതിയോട് കൂടിയാണ് ഈശോയ്ക്ക് ജനിക്കാനുള്ളൊരു ഒരു സാഹചര്യം ഒരുക്കിയെടുക്കുന്നത്. രണ്ടുപേരും വേണം. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ ചിന്തിക്കേണ്ട വേറൊരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ദൈവം ദൂതനെ അയച്ച് യോസേപ്പ് പിതാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്: അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. യേശു എന്ന് പേരിടണം. ഈ പേരിടുക എന്ന് പറയുന്ന ഒരു കാര്യം യഥാർത്ഥത്തില് ദൈവം ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. ദൈവമാണ് മനുഷ്യർക്കെല്ലാം പേരിട്ടുകൊണ്ടിരുന്നത്. എന്നിട്ട് ദൈവം ഒരു മനുഷ്യനോട് പറയുകയാണ് ദൈവത്തിന് പേരിടണമെന്ന്. ആണ് ഇവിടുത്തെ സംഭവം. വിചിത്രമായൊരു സംഭവം. നമ്മള് ബൈബിളിലുടനീളം കുറേ വ്യക്തികൾ, അബ്രഹാമായി മാറുന്നതും യാക്കോബ് ഇസ്രായേലായി മാറുന്നതും ഒക്കെ നമുക്ക് എടുത്തു പറയാവുന്ന കുറെ കാര്യങ്ങളാണ് പഴയ നിയമത്തിൽ നിന്ന്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴത്തേക്ക് സൈമൺ പീറ്ററായി മാറുന്നത്, അല്ലെങ്കിൽ ലേവി മത്തായിയായി മാറുന്നത്, ദിദിമോസ് തോമസായി മാറുന്നത് എന്ന് പറയാം, സാവുൾ പൗലോസായി മാറുന്നത്. അങ്ങനെ ഈ പേരിടലെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈശോയാണ്. അത് ഡയറക്റ്റായിട്ട് പറയുന്ന സംഭവങ്ങളുണ്ട്, ഇൻഡയറക്റ്റായിട്ട് അവർ പറഞ്ഞു പോകുന്ന കാര്യങ്ങളുണ്ട്, അവര് അഡാപ്റ്റ് ചെയ്തെന്ന് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെങ്കിലും എല്ലാത്തിനും പേരിടുന്ന ഒരു ആള് അതിന്റെ ഉടയവനാണ്, അതിന്റെ അധികാരിയാണ്. അധികാരിക്ക് പേരിടാനായിട്ട് ഒരു ഉത്തരവാദിത്വമുള്ളത്, അയാളാണ് പേരിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പഴയ നിയമത്തിൻ്റെ ഒരു സംഭവമുണ്ട്. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 19-ാം വാക്യം, ദൈവം ആദത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് ദൈവമായ കർത്താവ് അരുൾ ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല, അവന് ചേർന്ന് ഇണയാൻ നൽകും. ദൈവമായ കർത്താവ് ഭൂമിയിൽ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി അവയ്ക്ക് മനുഷ്യൻ എന്ത് പേരിടുമെന്നറിയാൻ അവിടുന്ന് അവയെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി മാറി. അപ്പം പേരിടാനുള്ളൊരു ഉത്തരവാദിത്വം ആദ്യത്തെ മനുഷ്യന് ദൈവം നൽകിയ സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. അത് ജീവജാലങ്ങൾക്കാണ്. പക്ഷേ നമ്മൾ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കാണുന്നൊരു കാര്യം ഇതാണ്: ദൈവം യൗസേപ്പ് പിതാവിന് നൽകുന്ന വലിയൊരു പ്രിവിലേജ്, വലിയൊരു പരിഗണന, ആദരവ് എന്ന് പറയുന്നത്, എനിക്കൊരു മകനുണ്ടാവും, ആ മകന് ഈ പേരാണ് ഇടേണ്ടത്, ആ പേര് ഞാൻ പറഞ്ഞുതരാം, പക്ഷെ പേരിടേണ്ടത് നീയാണ് എന്ന രീതിയിലാണ് അവളൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. പേര് ദൈവം തന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. യശുവ എന്ന വാക്കിന്റെ അർത്ഥം, അത് യഹോഷുവ എന്ന് പറയപ്പെടുന്ന വാക്കിൽ നിന്നുമാണ് യശുവ, ജോഷുവ എന്നൊക്കെ പറയുന്ന വാക്ക് വരുന്നത്. അതാണ് യേശു എന്ന് നമ്മൾ വിളിക്കുന്ന ജീസസ്. ആ വാക്കിന്റെ അർത്ഥം യഹോവയുടെ രക്ഷകൻ, യഹോവ അയക്കുന്ന രക്ഷകൻ എന്നാണ്. അവൻ യേശു എന്ന് അറിയപ്പെടും. നീ അവൻ യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നവനെ യഹോവയുടെ രക്ഷകൻ എന്ന്
അറിയപ്പെടും. ഇതാണ് അറിയിപ്പ്. പക്ഷെ ഈ പേരിടേണ്ടത് ജോസഫാണ്. ദൈവത്തിന്റെ ഒരു പുത്രൻ ഭൂമിയിൽ മനുഷ്യനായി ജനിക്കുമ്പോൾ ആ ദൈവപുത്രന് പേരിടുവാൻ സ്വർഗീയ പിതാവായ ദൈവം ഒരു മനുഷ്യനെ ഏൽപ്പിക്കുന്നു. ആ മനുഷ്യനാണ് നീ ദൈവത്തെ വിളിക്കുന്നത്. അപ്പൊ അത്രയും ആ പേരിടുക എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അധികാരിയായി നിയമിക്കുന്നു എന്നുള്ളത്. ഞാനാണ് അധികാരി എന്ന് സ്വർഗസ്നായ പിതാവ് പറയുന്നുണ്ടെങ്കിലും ഈ ഭൂമിയിൽ അവന്റെ അധികാരിയായി ഞാൻ നിന്നെ നിശ്ചയിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. യോസേപ്പ് പിതാവിന് ആ ഒരു വലിയ അധികാരം കൊടുക്കുക, നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പൊ യോസേപ്പ് പിതാവിന്റെ ഒരു യേശുവിന്റെ ജീവിതത്തിലുള്ള സ്വാധീനത്തിന്റെ റേഞ്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്രയും പ്രാധാന്യമുണ്ട്. ഈശോയെ സംബന്ധിച്ചിടത്തോളം യോസേപ്പ് പിതാവിന് അത്രയും പ്രാധാന്യമുണ്ട്. അപ്പം ആ ഒരു സ്വർഗീയ പിതാവിന്റെ പകരക്കാരനായി ഭൂമിയിൽ കാണുന്ന വ്യക്തി. അപ്പൊ നമ്മൾ ഓർക്കേണ്ടത്, ഈ മനുഷ്യനെ ഇത്രയും വലിയ അധികാരമുള്ള ഒരു വ്യക്തിയാക്കി തീർക്കുവാൻ ദൈവം അയാളിൽ കണ്ട ക്വാളിറ്റി എന്താണെന്ന് ചോദിക്കുമ്പോൾ സുവിശേഷകൻ മത്തായി വളരെ വ്യക്തമായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്, ജോസഫ് നീതിമാനായിരുന്നു. അപ്പൊ ക്രിസ്മസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ യൗസേപ്പ് പിതാവിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്തെന്ന് ചോദിച്ചാൽ നീതിബോധം തന്നെയാണ്. അവളെ അപമാന വിധേയയാക്കാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അപമാനിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യം, അത് നീതിബോധത്തിന്റെ ഭാഗം തന്നെ. അതിന്റെ ഒരു ഉപോൽപ്പന്നമായിട്ട് നമ്മൾ കാണേണ്ടത് യോസേപ്പ് പിതാവിന്റെ നീതിബോധമാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നമ്മൾ ഈ 17-ാം തീയതി തൊട്ട് പ്രത്യേക വായനകളാണ്, ആ ഡേറ്റിനുള്ള വായനകളാണ് ലിറ്റർജിക്ക് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പം 18-ാം തീയതിക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 17-ാം തീയതി വംശാവലി, അത് 18-ാം തീയതിക്ക് നമ്മൾ കേൾക്കുമ്പോൾ യോസേപ്പ് പിതാവാണ് താരം. യോസേപ്പ് പിതാവ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം ഇതാണ്, നീതിബോധം ഉണ്ടായിരിക്കുക. ദൈവത്തിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ നമുക്കുണ്ടായിരിക്കേണ്ട യോസേപ്പ് പിതാവ് പഠിപ്പിക്കുന്ന പാഠമാണ് നീതിബോധം. ആ നീതിബോധത്തിനായിരിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. യോസേപ്പ് പിതാവിന്റെ ഈശോയുടെ ജീവിതത്തിലുള്ള സ്വാധീനവും സ്ഥാനവും നമുക്ക് മനസ്സിലാക്കിയിട്ട് യോസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥം കൂടുതൽ കാര്യമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ആ മാധ്യസ്ഥ ശക്തി നമുക്ക് പ്രയോജനപ്പെടുത്തുകയും ചെയ്യാനായിട്ട് കൂടെ ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.